ഏവർക്കും +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം +1 മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ എഴുതുന്ന റെഗുലർ വിദ്യാർത്ഥികൾക്കും മാത്തമാറ്റിക്സ് സബ്ജക്റ്റ് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും എങ്ങനെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് മികച്ച സ്കോർ കണ്ടെത്താം എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സിന് പ്രാധാന്യം കൊടുക്കണം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും +1 റെഗുലർ വിദ്യാർത്ഥികൾക്ക് സാറ്റർഡേ ഇനി ഒരു എക്സാം കൂടെയുണ്ട്. വളരെ പ്രധാനപ്പെട്ട എക്സാമാണ് ഫിസിക്സ് എക്സാം. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എക്സാമിനേഷനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുവാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും നിങ്ങൾക്ക് 2.5 ദിവസമാണുള്ളത് റെഗുലർ വിദ്യാർത്ഥികൾക്ക്. ധാരാളം, കാരണം കഴിഞ്ഞ ഒരു വർഷമായി +1 സിലബസ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികൾ എന്ന രീതിക്ക് നിങ്ങൾക്ക് ആ 2.5 ദിവസം കൊണ്ട് ഒരു ഫൈനൽ റിവിഷൻ നടത്തി എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെങ്ങനെ എന്നും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പല തട്ടിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഫിസിക്സ് എക്സാമിനേഷൻ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന കുറച്ച് വിദ്യാർത്ഥികൾ കാണും, +2കാർ. അവർക്ക് സ്വാഭാവികമായിട്ടും റെഗുലർ വിദ്യാർത്ഥികളെ പോലെ വെറും 2.5 ദിവസമേ കിട്ടത്തുള്ളൂ. നിങ്ങളും വിഷമിക്കേണ്ട, ധാരാളം. ആ 2.5 ദിവസം മതി നമുക്ക് ഫുൾ മാർക്ക് വരെ സ്കോർ ചെയ്യാം. എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് ഓൾറെഡി എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞു, ഇനി മാത്സ് മാത്രമേ ഇംപ്രൂവ്മെന്റ് ഉള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണെങ്കിൽ അവരും എങ്ങനെ പഠിക്കണം എന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ആദ്യം തീർച്ചയായും ഫുൾ മാർക്ക് പ്രതീക്ഷിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്യണം? അത് റെഗുലർ വിദ്യാർത്ഥികളായാലും ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളായാലും നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക്, അതാണ് നമ്മുടെ ബൈബിൾ, അതിനെ ബേസ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതിന് പുറത്തു നിന്ന് ഒരു കാരണവശാലും ക്വസ്റ്റ്യൻ ചോദിക്കുകയില്ല. അഥവാ ചോദിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. സോ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല. സോ NCERT ടെക്സ്റ്റ് ബുക്ക് തറവായി പഠിക്കുക. അത് ഇനി പറ്റുമോ എന്ന് ചോദിച്ചാൽ ഓൾറെഡി നമ്മൾ പഠിക്കുകയായിരുന്നല്ലോ. +2കാർ ഓൾറെഡി പഠിച്ചതാണ് ഒരു വർഷം. ഈ വർഷം അവർക്ക് കുറച്ചുകൂടെ നേട്ടമുണ്ട്. മാത്തമാറ്റിക്സ് സബ്ജക്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുമ്പോൾ ഒത്തിരി നേട്ടമുണ്ട്. കാരണം ഫസ്റ്റ് ഇയറിൽ നമ്മൾ വളരെ ഡിഫിക്കൽട്ടി ആയിട്ട് പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന ചാപ്റ്റർ നിലവിൽ വളരെ ഈസിയാവും. കാരണം അതിന്റെ ഒത്തിരി ആപ്ലിക്കേഷൻസ് +2ൽ പഠിച്ചു. അതുപോലെ ട്രിഗണോമെട്രി ഫംഗ്ഷൻ കുറച്ചുകൂടി ഈസി ആകാൻ സാധ്യതയുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ കുറച്ചുകൂടി ഈസി ആകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽസിന് വേണ്ടിയൊക്കെ പഠിച്ചവർക്ക് ആ +2 വിദ്യാർത്ഥികൾക്ക് ഒത്തിരി ചാപ്റ്റേഴ്സ് +1ലേത് +2 എത്തുമ്പോൾ ഈസി ആകാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. ഫുൾ മാർക്ക് വേണം എന്നുള്ള കുട്ടികൾ റെഗുലർ വിദ്യാർത്ഥികളായാലും ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളായാലും നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച, അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച, അല്ലെങ്കിൽ ഈ വർഷം പഠിച്ച നോട്ട്ബുക്ക് സിലബസ് കംപ്ലീറ്റ് പഠിക്കുക. പ്ലസ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്ററിലെയും എബോവ് ആവറേജ് ലെവൽ വരുന്ന ക്വസ്റ്റ്യൻസ് അതുകൂടെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഓൾറെഡി നമ്മൾ എന്താണ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞുവെങ്കിൽ പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാൻ നമ്മുടെ റിവിഷൻ ക്ലാസ് കണ്ടാലും മതി. ടഫായിട്ടുള്ള ചാപ്റ്ററിന്റെ ഡീറ്റെയിൽഡ് കാണുക, ബാക്കിയുള്ളത് ജസ്റ്റ് റിവിഷൻ ക്ലാസ് കാണുക. ജസ്റ്റ് 24 മണിക്കൂർ കൊണ്ട് 14 ചാപ്റ്ററിലെയും കംപ്ലീറ്റ് പോർഷൻസ് നമ്മൾ റിവൈസ് ചെയ്യുന്ന റിവിഷൻ ക്ലാസ് സീരീസ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചാൽ മതി. A+100% ഉറപ്പാണ്. റിവിഷൻ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും A+100% ഉറപ്പ്. പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് അത് മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്തുള്ള കേക്കിന്റെ പുറത്തുള്ള ഐസിംഗ് പോലെയായി. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യേണ്ട ഏത് വർഷമാണ്? 2018, 2019, 2020. 22, 23 എന്ന് പഠിച്ചിട്ട് കാര്യമില്ല. അത് കോവിഡ് കാലഘട്ടമാണ്. അതിന് മുന്നേയുള്ള സിലബസ് കൃത്യമായിട്ട് പഠിക്കുക. പുതിയ സിലബസിനെ ബേസ് ചെയ്ത് പഠിക്കുക. കാരണം പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറച്ച് ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഉണ്ട്. അത് ഒഴിവാക്കി അപ്ഡേറ്റഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കണ്ട് പഠിച്ചാൽ മതി. സോ ഫുൾ മാർക്ക് വേണം എന്നുള്ളവർ ഇനി ചെയ്യേണ്ടത് റിവിഷൻ ക്ലാസ് പ്ലസ് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, കണ്ട് മനസ്സിലാക്കുക. റെഗുലർ വിദ്യാർത്ഥികളായാലും ഇംപ്രൂവ്മെന്റ് വിദ്യാർത്ഥികളായാലും. ഇനി ജസ്റ്റ് ഒരു A+ മതി എന്നുള്ള കുട്ടികൾ അവർ ജസ്റ്റ് റിവിഷൻ ക്ലാസ് കാണുക. പ്ലസ് നമ്മളൊരു ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ കണ്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. റിവിഷൻ ക്ലാസ് പ്ലസ് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ചെയ്താൽ നിങ്ങൾക്ക് A+ കിട്ടും, യാതൊരു സംശയമില്ല. ഇനി ചില വിദ്യാർത്ഥികളുണ്ട്, ഞങ്ങളൊന്നും കാര്യമായി പഠിച്ചില്ല. റെഗുലർ വിദ്യാർത്ഥികളായാലും ഇംപ്രൂവ്മെന്റുകാരായാലും എങ്ങനെ രക്ഷപ്പെടാം? നിങ്ങൾക്ക് വേണ്ടി 2 ചെറിയ പ്ലേലിസ്റ്റുകളാണ് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ്. ആ പ്ലേലിസ്റ്റിനകത്ത് സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നോക്കണ്ട. ജസ്റ്റ് പാസ് അല്ലെങ്കിൽ ഡബിൾ പാസ് മാർക്കിന് വേണ്ടി പഠിക്കുന്ന കുട്ടികൾ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ കാണണ്ട. പക്ഷെ എന്ത് കാണണം? ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണണം. ഓരോ ചാപ്റ്ററിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 7 or 10 ക്വസ്റ്റ്യൻ, 7 or 10 ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന ഷുവർ ക്വസ്റ്റ്യൻ സീരീസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്ലസ്
മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി മറ്റൊരു പ്ലേലിസ്റ്റ് 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് ഒരു വർഷം മുന്നേ ചെയ്ത ഒരു സീരീസാണ്. ഓരോ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയ 1-2 ക്വസ്റ്റ്യൻ അത്രയേ ഉള്ളൂ. വെറും 5 മണിക്കൂർ കൊണ്ട് 14 ചാപ്റ്റർ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നു. പാസ്സാകാൻ അത് മതി, ധാരാളം. ഇനി ഡബിൾ പാസ് വേണമെങ്കിൽ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കൂടെ കണ്ടുപിടിച്ചോളൂ. ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ പോയിന്റ്സും ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യുന്ന ആ വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. തീർച്ചയായും നിങ്ങൾ കാണുക. ഈ പറഞ്ഞ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കുകളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റുകൾ ഒന്ന് പരിചയപ്പെടുത്തി എന്ന് മാത്രം. ഇനി എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ പഠിക്കണം, അതാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായും വളരെ പെട്ടെന്ന് പഠിക്കാൻ ആദ്യം നമ്മൾ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാൻ ഏതൊക്കെ ചാപ്റ്ററിൻ്റെ വെയിറ്റ്, ഏതൊക്കെ ചാപ്റ്ററിന് എന്തൊക്കെയാണ് വെയിറ്റേജ് എന്ന് ആദ്യം മനസ്സിലാക്കണം. അത് ഓൾറെഡി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ സൂചിപ്പിച്ചു. നിങ്ങൾ എഴുതിയ മോഡൽ എക്സാമിനേഷൻ നോക്കിയാൽ അത് മനസ്സിലാകും റെഗുലർ വിദ്യാർത്ഥികൾക്ക്. എന്നാൽ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആദ്യം ചെയ്യേണ്ടത് ഈ വർഷത്തെ +1 റെഗുലർ വിദ്യാർത്ഥികളുടെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ മാത്തമെറ്റിക്സ് മോഡൽ എക്സാമിനേഷന്റെ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടുക എന്നാണ്. അതിന്റെ സൊല്യൂഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ അടങ്ങുന്ന ഒരു പ്ലേലിസ്റ്റിൽ അതിന്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ വർഷത്തെ +1 മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന്റെ മോഡൽ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് പരിചയപ്പെടണം. അതേ പാറ്റേണിലുള്ള, അതേ വെയിറ്റേജ് ഉള്ള, അതേ നിലവാരമുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കുക. സോ എവിടെ പഠിച്ചു തുടങ്ങണം? സെറ്റ് എന്ന ചാപ്റ്റർ തന്നെ പഠിച്ചു തുടങ്ങിക്കോളൂ. ഈ വർഷം വെയിറ്റേജ് കൂടുതലാണ്, 7 മാർക്കാണ് വെയിറ്റേജ്. സോ സെറ്റ് പഠിച്ചാൽ സ്വാഭാവികമായിട്ട് അടുത്തെന്ത് പഠിക്കണം? റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ. 2 ചാപ്റ്ററും കൂടെ 11 മാർക്ക് വെയിറ്റേജ്. അടുത്ത് ട്രിഗണോമെട്രി വേണമെങ്കിൽ പഠിച്ചോളൂ. പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അടുത്ത് പഠിക്കേണ്ടത് കോംപ്ലക്സ് നമ്പർ. വെറും അരമണിക്കൂർ സമയം കൊണ്ട് പഠിക്കാം, 4 മാർക്കാണ് വെയിറ്റേജ്. നെക്സ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ലീനിയർ ഇനിക്വാളിറ്റി. വെറും 15 മിനിറ്റ് കൊണ്ട് പഠിക്കാം. ബേസിക് സിംപ്ലിഫിക്കേഷൻ അറിയാമെങ്കിൽ, എഴുതി പഠിക്കണമെങ്കിൽ അതിനൊരു അരമണിക്കൂർ. ആദ്യം പറഞ്ഞ 2 ചാപ്റ്ററും കൂടെ 2 മണിക്കൂർ. അതിൽ തന്നെ ഏതാണ് സെറ്റ് പഠിക്കാൻ നിങ്ങൾക്ക് അരമണിക്കൂർ മതി. 1.5 മണിക്കൂർ ഞാൻ റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ ആണ് പറയുന്നത്. കാരണം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഈ വർഷം വെയിറ്റേജ് കുറവാണ്. ബയോളജി സയൻസുകാർക്ക്, കൊമേഴ്സുകാർക്ക് വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, എന്തായാലും ആ 2 ചാപ്റ്റർ, ആദ്യത്തെ 2 ചാപ്റ്റർ പഠിക്കാൻ മാക്സിമം ഞാൻ 2 മണിക്കൂർ വരെ നൽകുകയാണ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. 2 മണിക്കൂർ. കോംപ്ലക്സ് ലീനിയർ ഇനിക്വാളിറ്റി 1 മണിക്കൂർ. 3 മണിക്കൂർ കൊണ്ട് പഠിച്ചു. 4 ചാപ്റ്റർ നേടി 19 മാർക്ക്, 19 മാർക്സ് കിട്ടും. ഈ 4 ചാപ്റ്ററും തറവായി പഠിക്കുക. ജസ്റ്റ് പാസ്സാകാൻ ഇത് പോരെ, ധാരാളം. അതിനുശേഷം നിങ്ങൾ എന്ത് പഠിക്കണം? അതിനുശേഷം ഞാൻ പറയുന്ന നേരെ ബാക്ക് സൈഡിലേക്ക് പോവുക. ആദ്യത്തെ ഫ്രണ്ടിൽ നിന്ന് നേരെ ബാക്ക് സൈഡിലേക്ക്. ആദ്യം അടുത്ത് പഠിക്കേണ്ടത് പ്രോബബിലിറ്റി. പ്രത്യേകിച്ച് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് +2 പ്രോബബിലിറ്റി പഠിച്ചു. അതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ ഇവിടെ +2 അതുകൊണ്ട് ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ പറഞ്ഞ 4 ചാപ്റ്റർ പഠിച്ചാൽ നേരെ ചാടൂ എവിടെ? പ്രോബബിലിറ്റിയിലേക്ക്. ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 4 മാർക്കാണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റിനെ ചോദിക്കത്തുള്ളൂ +1. ആ 4 മാർക്ക് നേടിക്കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫൈൻഡ് മീൻ, വേരിയൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇതാണ് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കൂടെ പഠിച്ചിട്ട് പോകുന്നതാണ് നല്ലത്. ചിലപ്പോൾ പണി കിട്ടാൻ സാധ്യതയുണ്ട്. കൊമേഴ്സുകാർ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ കൂടെ കാണുക. ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കുക. കാരണം 9 മാർക്കാണ് കൊമേഴ്സുകാരുടെ വെയിറ്റേജ്. ബയോളജി സയൻസുകാർ ഇത്രയൊക്കെ പഠിച്ചാൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി പഠിക്കാൻ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ മതി. കാരണം ഒന്നുമില്ല പഠിക്കാൻ, വളരെ സിമ്പിളാണ്. അടുത്ത സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാൻ അരമണിക്കൂർ. കാരണം 2 പ്രോബ്ലം ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ പോരെ, കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാനും സാധിക്കും. സോ ആ 2 ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടി മാർക്ക് എത്ര? 10. എസ് എ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് ബയോളജി സയൻസുകാർക്ക് ചോദിക്കുന്നത്. ഈ 2 ചാപ്റ്ററും പഠിക്കാൻ 1 മണിക്കൂർ മതി. ഇനി കൂടിപ്പോയാൽ 1.5 മണിക്കൂർ. അതിനപ്പുറത്ത് 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് എടുക്കേണ്ടി വരത്തില്ല. അതിനുശേഷം നിങ്ങൾ പഠിക്കേണ്ടത് 3 ഡയമെൻഷണൽ ജോമെട്രി എന്ന ചാപ്റ്റർ. വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ ചെറിയ ചാപ്റ്ററാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, യാതൊരു പ്രശ്നവുമില്ല. അതിൻ്റെ വെയിറ്റേജ് വെറും 3 മാർക്കാണ്. 3 മാർക്കേ ഉള്ളൂ. ഡിസ്റ്റൻസ് ഫോർമുലയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അരമണിക്കൂർ കൊണ്ട് പഠിക്കാം. അതായത് വളരെ ചെറിയ ചാപ്റ്റേഴ്സാണ് ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്തത്. കാരണം ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ആദ്യം പറഞ്ഞാണ് 4 ചാപ്റ്റർ പറഞ്ഞു, ഇപ്പം 3 ചാപ്റ്റർ, 7 ചാപ്റ്ററായി. 14 ചാപ്റ്ററിൽ 7 ചാപ്റ്റർ നമ്മൾ വെറും 5 മണിക്കൂർ കൊണ്ട് പഠിക്കുകയാണ്. അപ്പോൾ പകുതി പോർഷൻ തീർന്നു എന്നൊരു വിശ്വാസം മനസ്സിൽ വരും. നമുക്ക് എന്ത് കിട്ടി? വെറും 5 മണിക്കൂർ മാത്രമാണ് സമയമെടുത്തത്. മാർക്കും ഏകദേശം 30-35 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവസാനം എന്താണ് പറഞ്ഞത്? പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സ്, 3D. ഇനി എന്ത് പഠിക്കണം? ഇനി നമ്മൾ പെർമ്യൂട്ടേഷനിലേക്ക് ചാടുന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. കാണാതെ പഠിച്ചിട്ടൊന്നും കാര്യമില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. കുറച്ച് കാര്യങ്ങൾ സിംപ്ലിഫിക്കേഷൻ എഴുതിയും പഠിക്കണം. അതിൻ്റെ വെയിറ്റേജ് 7 മാർക്കാണ്. അത് നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ അതിലൊരു ക്വസ്റ്റ്യനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വന്നാലും നമുക്കത് ചോയ്സിൽ പോകും. ടെൻഷൻ്റെ ഒന്നും ആവശ്യമില്ല. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ പഠിക്കാൻ ഏകദേശം 1 മണിക്കൂർ വേണം. ചിലപ്പോൾ 1.5 മണിക്കൂർ വരെ ചിലർക്ക് എടുത്തെന്നിരിക്കും. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ചെറിയ ചെറിയ ഫോർമുലകളുണ്ട്. നെക്സ്റ്റ് ബൈനോമിയൽ തിയറം, 4 മാർക്ക് വെയിറ്റേജ്, അരമണിക്കൂർ മതി.
സോ 1.5 മണിക്കൂർ മതി ആ 2 ചാപ്റ്റർ. ബൈനോമിയൽ എന്ന് പറയുന്നത് കോമ്പിനേഷന്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു പോർഷനാണ്. 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് എന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പിന്നാലെ പരിചയപ്പെടുത്തും. സോ 11 മാർക്ക് കിട്ടിക്കഴിഞ്ഞു. അടുത്ത് പഠിക്കേണ്ടത് സ്വാഭാവികമായും സീക്വൻസസ് ആൻഡ് സീരീസ്. എസ് എ ക്വസ്റ്റ്യൻ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം. ഞാൻ 1 മണിക്കൂർ സമയം നിങ്ങൾക്ക് നൽകുന്നു. അടുത്തതാണ് നിങ്ങളുടെ കൺഫ്യൂസിങ് ചാപ്റ്റർ. എന്താണ്? സ്ട്രെയിറ്റ് ലൈൻസ്. പേടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ഫോർമുലകൾ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കൂ. ഒരു 2 മണിക്കൂർ സമയം എടുത്ത് പഠിച്ചോളൂ, ഒരു കുഴപ്പമില്ല. കാരണം 7 മാർക്കാണ് അതിൻ്റെ വെയിറ്റേജ്. ചെറിയ ചെറിയ ഫോർമുലകൾ, പ്രോബ്ലംസ്, വ്യത്യസ്തമായ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ മസ്റ്റായിട്ട് കാണുക. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ആ ചാപ്റ്ററിൽ നിന്ന് പലപ്പോഴും ട്വിസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. സ്ട്രെയിറ്റ് ലൈൻ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത് നിങ്ങൾ പഠിക്കേണ്ടത് കോണിക് സെക്ഷൻ. കാണുമ്പോൾ വളരെ വിശാലമായി ഉണ്ട് എങ്കിലും വളരെ ഈസി ആയിട്ട് മാത്രമേ എക്സാമിനേഷൻ ചോദിക്കാൻ സാധ്യതയുള്ളൂ. ക്വസ്റ്റ്യൻസ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സോ ആ ചാപ്റ്ററിന്റെ വെയിറ്റേജും 7 മാർക്കാണ്. കോണിക് സെക്ഷനും പഠിച്ചു കഴിഞ്ഞാൽ നമുക്കിനി 2 ചാപ്റ്ററേ പഠിക്കാനുള്ളൂ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സും ട്രിഗണോമെട്രി. സാധാരണ ട്രിഗണോമെട്രി പഠിച്ചിട്ടാണ് ലിമിറ്റ്സിലേക്ക് വരാൻ പറയുന്നത്. ഇവിടെ ഇംപ്രൂവ്മെന്റുകാർ ലിമിറ്റ്സ് പഠിച്ചിട്ട് ട്രിഗണോമെട്രിയിലേക്ക് പോയാൽ മതി. ഏറ്റവും അവസാനം ട്രിഗണോമെട്രിയിലേക്ക് പോയാൽ മതി. റെഗുലർ വിദ്യാർത്ഥികൾ എങ്ങനെ വേണോ ആയിക്കോളൂ, കുഴപ്പമില്ല. അത് പഠിച്ചിട്ട് ഇത് പഠിച്ചാലും ഇത് പഠിച്ചിട്ട് അത് പഠിച്ചിട്ടാലും നോ പ്രോബ്ലം. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരുപാട് സമയം ഇംപ്രൂവ്മെന്റുകാർക്ക് വേണ്ട. കാരണം നിങ്ങൾ പഠിച്ച ലിമിറ്റ്, കണ്ടിന്യൂറ്റി പഠിച്ച് ലിമിറ്റ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം അത് തന്നെയാണ് ഇവിടെ. പിന്നെ എന്താണ് വരുന്നത്? ഡെറിവേറ്റീവ്. യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ്. അത് മാത്രം ഒന്ന് ഡെറിവേഷൻ എഴുതി പഠിക്കുക. ബാക്കി സിമ്പിൾ ഡിഫറൻസിയേഷൻ. നമ്മൾ +2 ഡിഫറൻസിയേഷന്റെ മാക്സിമം പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഒന്നുമില്ല, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. ക്വോഷ്യന്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുക, പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കാണുക. അറിയില്ലേ? അറിയാം. ബേസിക് ഫോർമുല പഠിച്ചാൽ മതി. +2 എക്സാമിനേഷൻ എഴുതിയ സ്ഥിതിക്ക് അത് നിങ്ങൾക്കറിയാം. 1 മണിക്കൂർ സമയം കൊണ്ട് ആ ചാപ്റ്റർ തന്നെ പഠിച്ചു തീർക്കാം. ഇംപ്രൂവ്മെന്റ് ചെയ്യുന്നവർ, മറ്റു പുതിയ കുട്ടികൾ, +1 കുട്ടികൾക്ക് ഏകദേശം 2 മണിക്കൂർ സമയം വേണ്ടി വരും. ചിലപ്പോൾ ഇതുവരെ പഠിക്കാത്തവർക്ക് അത് പഠിച്ചു തീർക്കാം. സോ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം എവിടേക്ക് പോവുക? ട്രിഗണോമെട്രിയിലേക്ക് പോവുക. ട്രിഗണോമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, വിശാലമായ ഒരു സമുദ്രം പോലെയാണ്. ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. എവിടെ നിന്ന് വേണോ എന്ത് വേണോ എടുക്കാം, എന്ത് ക്വസ്റ്റ്യൻ വേണോ ചോദിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ട് പോയത് ചോദിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ പണി കിട്ടും. കഴിഞ്ഞ വർഷം അങ്ങനെ ഒരു അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചു. എന്തായാലും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് പഠിക്കുക. വളരെ പ്രാധാന്യമുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ ഉൾപ്പെടുത്തിയ ക്വസ്റ്റ്യൻ ഒക്കെ പഠിക്കുക. ഡീപ്പായിട്ട് പഠിച്ച് കൺഫ്യൂസിങ് ആക്കി മൊത്തം ഇല്ലാതാക്കരുത്. അല്ലേ? ബാക്കിയുള്ള 13 ചാപ്റ്ററിന്റെ പ്രാധാന്യം ഈ ഒരു ചാപ്റ്ററിന് കൂടുതൽ പഠിച്ച് ഇല്ലാതാക്കരുത്. അതിന് അതിൻ്റെതായ പ്രാധാന്യം കൊടുത്താൽ 9 മാർക്ക് എന്ന് പറഞ്ഞാൽ 6 മാർക്കിന്റെ ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്. ബാക്കി ചാപ്റ്ററെല്ലാം ഭംഗിയായിട്ട് പഠിച്ചാൽ ഈ എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ മൈൻഡ് ചെയ്യണ്ട. കിട്ടിയാൽ കിട്ടി, പോയാൽ പോട്ട്, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതുപോലെ നമുക്ക് ചോയ്സിൽ പോകും. 8 ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 6 ക്വസ്റ്റ്യൻ എഴുതിയാൽ പോരെ. അപ്പോൾ ട്രിഗണോമെട്രി സ്കിപ്പ് ചെയ്താലും വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞത് കേട്ട് ട്രിഗണോമെട്രി മൊത്തം പഠിക്കാതെ വിടരുത്. ട്രിഗണോമെട്രി പഠിക്കണം. +1 റെഗുലർ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് +2 അവർക്ക് വലിയ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ട്രിഗണോമെട്രി പഠിക്കണം. പക്ഷേ ഡീപ്പായിട്ട് പഠിച്ച് ഒരുപാട് പ്രോബ്ലംസ് പഠിച്ച് കാട് കയറി പഠിച്ച് അവസാനം മറ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യങ്ങൾ ഇല്ലാതാക്കരുത്. ഇത് സഫീഷ്യൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പഠിക്കുക. നമ്മുടെ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക. ഫുൾ മാർക്ക് വേണമെന്നുള്ള സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻ കൂടെ കണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യുക, അത്രമാത്രം. പിന്നെ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ട്രിഗണോമെട്രിയിലുണ്ട്, അതൊക്കെ പഠിച്ചാൽ മതി. ട്രിഗണോമെട്രി നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ബാക്കി 13 ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ ട്രിഗണോമെട്രിക്ക് അതിൻ്റെതായ പ്രാധാന്യമേ ഉള്ളൂ. സോ ട്രിഗണോമെട്രി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിക്കാം. ബാക്കി എന്താണ്? നല്ല ഡീപ്പായിട്ട് പഠിക്കാം. സ്ട്രൈറ്റ് ലൈൻ നന്നായിട്ട് പഠിക്കുക. കുറച്ച് ചെറിയ ചെറിയ ഫോർമുലകളുണ്ട്, അത് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ ഈ വർഷത്തെ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ എഴുതുന്ന വിദ്യാർത്ഥികളായാലും റെഗുലർ വിദ്യാർത്ഥികളായാലും അവർക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ ആവശ്യമായ കംപ്ലീറ്റ് ഡാറ്റാസും ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഡബിൾ പാസ് വേണം എന്നുള്ള കുട്ടികൾ ഓരോ ചാപ്റ്ററിലെയും ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് എഴുതി പഠിക്കുക. 1 ക്വസ്റ്റ്യൻ ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് കാണുക. ഉറപ്പായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വരും ദിവസങ്ങളിൽ സൂപ്പർ ഗ്രേഡ് ക്വസ്റ്റ്യൻസ് റിമൈനിങ് ചാപ്റ്റേഴ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇംപ്രൂവ്മെന്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും +1 റെഗുലർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും മാത്തമെറ്റിക്സ് പോർഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. എക്സാമിനേഷൻ ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് എല്ലാം നിങ്ങൾക്ക് അവിടെ നൽകുന്നതാണ്. സോ എല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കൂ. നോട്ട് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാമിനേഷൻ എഴുതൂ. കിട്ടും ഒരു 5 മാർക്ക് കൂടുതൽ. ടെൻഷൻ അടിച്ചെഴുതിയാൽ പോകും ഒരു 5 മാർക്ക് മിനിമം. സോ ടെൻഷൻ അടിക്കാതെ ഫ്രീ ആയിട്ട് എക്സാമിനേഷൻ എഴുതൂ. മികച്ച സ്കോർ കണ്ടെത്തൂ. എല്ലാവർക്കും കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് ഡേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.